മനുഷ്യായുസിനെ കാർന്നു തിന്നുന്ന ലഹരി. സ്വന്തം അമ്മയെയും അച്ഛനെയും കൊത്തി നുറുക്കിയാലും അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരുതരം ഭ്രാന്തിലേക്കാണ് ഈ കാലം കടന്നു പോകുന്നത്. 10-12 വയസ്സായ കുട്ടികൾ പോലും കാൽപന്ത് കളിക്കേണ്ട പ്രായത്തിൽ മൂക്കിലൂടെയും മിഠായിലൂടെയും ലഹരി വലിച്ചു കയറ്റുന്നു. ഈ ലഹരിയെ പിടികൂടാനുള്ള അക്ഷീണ ശ്രമത്തിലാണ് നമ്മുടെ രാജ്യം. ആ അന്വേഷണങ്ങളുടെ വേരുകൾ ചെന്നെത്തിയത് അദാനിയുടെ പേരിലേക്കാണ്. ഈ രാജ്യത്തിന്റെ തലയെടുപ്പുള്ള വ്യവസായി ലഹരിയുടെ കാവൽക്കാരനാണോ എന്ന ചോദ്യം നീളുന്നത് മോദിയിലേക്ക് കൂടിയാണ്. ഈ രാജ്യത്തിന്റെ പാലം, വിമാനത്താവളം, തുറമുഖം എന്നിങ്ങനെ തന്ത്രപ്രധാനമായതെല്ലാം അദാനിക്ക് തീരെഴുതി കൊടുക്കുന്നത് മോദി തന്നെ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ തുറമുഖങ്ങളിൽ നിന്നും പിടിച്ചെടുത്തത് 11,311 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ്. അതിൽ 2020 മുതൽ 24 വരെ രാജ്യത്തെ തുറമുഖങ്ങളിൽ നിന്നും 19 മയക്കുമരുന്ന് കടത്തൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കണ്ടെത്തിയത് അദാനിയുടെ തുറമുഖത്തു നിന്നാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്. 2021 അദാനിയുടെ നിയന്ത്രണത്തിലുള്ള ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തിലാണ് ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടന്നത്. 5,976 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് വേട്ടയായിരുന്നു മുദ്രയിൽ നടന്നത്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് 2,988 കിലോഗ്രാം ഹെറോയിനും ഇവിടെ നിന്നും പിടിച്ചെടുത്തിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ തുറമുഖങ്ങളിൽ മയക്കുമരുന്ന് പിടിച്ചെടുക്കലിൽ വർധനവുണ്ടായിട്ടുണ്ടോ എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ലോക്സഭയിൽ മറുപടി നൽകവെയായിരുന്നു ഈ സത്യം പുറം ലോകം അറിഞ്ഞത്. പിടിച്ചെടുത്ത മയക്കുമരുന്നുകളിൽ കൊക്കൈൻ, ഹെറോയിൻ, മെത്തോഫെറ്റോമിൻ, ട്രമാഡോൺ ഗുളികകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2021 തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ വിഒ ചിദംബരനാർ തുറമുഖത്ത് നിന്നും 1,515 കോടി രൂപ വിലമതിക്കുന്ന 303 കിലോ കൊക്കൈൻ പിടിച്ചെടുത്തിരുന്നു. ഇതാണ് രണ്ടാമത്തെ വലിയ ലഹരി വേട്ട. 2020 മുംബൈയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖത്ത് നിന്നും 382 കോടി രൂപ വില വരുന്ന 191 കിലോഗ്രാം ഹെറോയിനും പിടിച്ചെടുത്തു. ഇന്ത്യയിലേക്കുള്ള അനധികൃത മയക്കുമരുന്ന് കടത്ത് തടയുന്നതിന് വേണ്ടി രാജ്യത്തുടനീളമുള്ള കസ്റ്റംസ്, DRI, NCB, ഇന്ത്യൻ നേവി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ തുറമുഖങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാഹുൽ ഗാന്ധിയുടെ ചോദ്യമാണ് ഇവിടെ കേന്ദ്രത്തെ വെട്ടിലാക്കിയത്. നിൽക്കക്കളിയില്ലാതെ ഉത്തരം പറയേണ്ടി വന്നതാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. കള്ള റിപ്പോർട്ടുകൾ നിരത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ സത്യം പറയേണ്ടി വന്നു. യുവത്വത്തെ ഇല്ലാതാക്കുന്ന ലഹരിക്ക് പ്രമുഖരും ലിസ്റ്റ് ചേർക്കപ്പെടുന്നുവെന്നും തെളിയിക്കുന്നതാണ് ഏറ്റവും ഖേദകരം. കാരണം പണമുള്ളവന് എന്തും ചെയ്യാം. കാരണം ഇവിടെ ചോദിക്കാൻ ഭരണകൂടം പോലുമില്ല.